വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ പ്രചാരണത്തിനെത്തും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പുറമെ അമേഠിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 2 ദിവസത്തെ പ്രചാരണത്തിനെത്തുമെന്നും ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എം.ടി. രമേശ് അറിയിച്ചു. ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, വയനാട്ടിൽ കൂടുതൽ നേതാക്കളെ ഇറക്കി രാഹുലിനെതിരെ ആക്രമണം ശക്തമാക്കുക, ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലുമുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുക, അതാണോ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്? രഞ്ജിത്ത്, വയനാട്ടിലെ വിജയ സാധ്യതയും പ്രകടനത്തിലും ഉപരി അത് ദേശീയ തലത്തിൽ തന്നെ കൂടുതൽ സാധ്യതയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി.ജെ.പിയുടെ തന്ത്രം. ബി.ജെ.പി. ദേശീയ നേതാക്കളുടെ നീണ്ട നിരയാണ് വയനാട് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അമിത്ഷായും സ്മൃതി ഇറാനിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ വയനാട്ടിലെത്തും. സ്മൃതി ഇറാനി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ നേരിടുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. അവർ വയനാട്ടിലെത്തി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്താനാണ് നീക്കം. ഈ തരത്തിൽ ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിരയാണ് വയനാട് മണ്ഡലത്തിലേക്ക് വരുന്നത്. പ്രധാനമന്ത്രി നിലവിലെ ഷെഡ്യൂൾ പ്രകാരം 2 ദിവസമാണ് സംസ്ഥാനത്തെത്തുന്നത്. 12-ാം തീയതിയും 18-ാം തീയതിയും അദ്ദേഹം കേരളത്തിലുണ്ടാവും. കോഴിക്കോടും തിരുവനന്തപുരത്തുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പരിപാടി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ പരിപാടിയിൽ മാറ്റമുണ്ടായേക്കും. ഇതിന് പുറമെ നിരവധി ദേശീയ നേതാക്കളെ കളത്തിലിറക്കി പ്രചരണം കൊഴിപ്പിക്കാനും ബി.ജെ.പി. ലക്ഷ്യമിടും. ശരി സജിത്ത്.